ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബോഡി ഷെയ്മിങ്. 2 ദിവസമായിട്ട് കേരളത്തിൽ വളരെയധികം കത്തിക്കൊണ്ടിരിക്കുന്ന കേസാണല്ലോ ഈ ബോഡി ഷെയ്മിങ് അല്ലേ. ബോഡി ഷെയ്മിങ് കിട്ടാത്ത ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെയുള്ളൊരു ഭാഗ്യവാന്മാരെന്ന് തന്നെ പറയാം. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. എന്താ പറയുക, നമ്മളിപ്പോൾ മനഃപൂർവ്വം വേണമെന്ന് വിചാരിച്ചിട്ട് ഒരാൾ ബോഡി ഷേമിങ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആവുന്നതല്ലല്ലോ. ഇപ്പോൾ ഒരാൾക്ക് വണ്ണം വെച്ചു അല്ലെങ്കിൽ ഒരാൾ മെലിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മനഃപൂർവ്വം അങ്ങനെ കഷ്ടപ്പെട്ടായി ഇനി കുറച്ച് ബോഡി ഷേമിങ് വാങ്ങിച്ചിട്ട് സമാധാനത്തോടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുന്നവരൊന്നും ആവില്ലോ. എന്ത് ചെയ്യാൻ പറ്റും, ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അതുപോലെ അവർക്ക് ജീവിച്ചേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ. പണ്ട് ഇപ്പോൾ എനിക്കാണെങ്കിലും ഇതുപോലെ ബോഡി ഷേമിങ് ഇഷ്ടം പോലും കിട്ടിയിട്ടുണ്ട്. ഭയങ്കര മെലിഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും. ഒരു മാരേജിന് പോയാലും എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയാലും ആളുകൾ നമ്മൾ നോക്കുന്നതുകൊണ്ട് ദൈവമേ നമ്മൾ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ടാണോ, കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ടാണോ, എന്താണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷൻ, എന്തൊക്കെയോ ഒരു കോംപ്ലക്സും ഒക്കെ നമുക്ക് തോന്നുമായിരുന്നു. ഞാൻ എൻ്റെ കാര്യമുണ്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും മിക്ക ആൾക്കാർക്കും അല്ലേ. അപ്പോൾ പക്ഷെ പണ്ടെന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു 4 പേർക്കിടയിലായിരുന്നു ഇത് നിന്നിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കാലം മാറി, കഥ മാറി. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പം ലോകം മുഴുവൻ കാണുകയാണ്. ഇപ്പോൾ ഹണി റോസിൻ്റെ കേസാണെങ്കിൽ ആ ലേഡി ഇൻസൾട്ടഡ് ആയത് ലോകം മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുക. അവിടെയും ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇതെല്ലാം പബ്ലിഷായി. അപ്പം എന്തുമാത്രം ഇൻസൾട്ടഡ് ആയിട്ടുണ്ടാവും അല്ലേ. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും കുറച്ച് വൈകിട്ടാണെങ്കിലും അവരിങ്ങനെ ഒരു ആക്ഷൻ എടുത്തതിന് തീർച്ചയായിട്ടും ഒരു ക്ലാപ്പ് അർഹിക്കുന്നു. ആസ് എ ലേഡി എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഈ ഒരു കേസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വേറെ പല ലേഡീസിൻ്റെ അടുത്തും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എന്ത് വന്നാലും അവർക്ക് വിഷമായി എന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും അവരെ പറ്റി ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലൊരു വിഷമം തോന്നില്ലേ. അത് നോർമലല്ലേ. എല്ലാവർക്കും ഒരു തമാശയായിട്ട് തോന്നിയാലും നമ്മളെ തന്നെ കുത്തുമ്പോൾ നമുക്കൊരു വിഷമം എന്തായാലും തോന്നില്ലേ. പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മഞ്ജു പത്രോസൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്ന കേട്ടിട്ടുണ്ട്. അവർ ബോഡി ഷേമിങ്, പണ്ടൊക്കെ ബോഡി ഷേമിങ് ചെയ്ത കാര്യങ്ങളും അങ്ങനെ പലതും ഇപ്പം വന്ന് പ്രതികരിച്ചൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീക്കിൽ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ വേറൊരു ബോഡി ഷേമിങ് കേസ് ഉണ്ടായിരുന്നു. നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരാൾ ഇതുപോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതേതൊരു റാൻഡം ആളാണ് വന്ന് അങ്ങനെ കമൻറ്റ് ഇട്ടേക്കുന്നത്. ആ ഒരു റാൻഡം ആൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും അത്ര മൈൻഡ് ചെയ്യണമെന്നില്ല. പക്ഷെ അതിൻ്റെ താഴെ നമ്മുടെ ദിയ കൃഷ്ണ വന്നിട്ട് സ്മൈലി ഇട്ടേക്കുന്നത്, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സ്മൈലി ഇട്ടേക്കുന്നു. അതൊക്കെ അവരത്രയും എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ലേഡി ആയിട്ട് അങ്ങനെ ചെയ്തതൊക്കെ തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ള കാര്യം. മറ്റേ ആ കമൻറ്റ് ഇട്ട ആളിപ്പോൾ ആരാണെന്ന് നമുക്കറിയില്ല. അത്ര ഫെയിം അല്ലാത്ത ആളായതുകൊണ്ട് ആരാണെന്ന് ആർക്കും അറിയില്ല. അപ്പം അത് ചിലപ്പം ഓക്കെ ടു ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ജസ്റ്റ് അങ്ങനെ വിട്ട് കളഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇത്രയും ഫെയിമായിട്ടുള്ള ഇവർ വന്ന് കമൻ്റ് ഇട്ടപ്പം എന്താണല്ലേ, അതൊരു സപ്പോർട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയില്ല. അപ്പം ബോഡി ഷേമിങ് മാക്സിമം ആൾക്കാർ വേണ്ടാന്ന് വെക്കുന്നത് നല്ലത്. മറ്റുള്ളവരെ എന്തിനാണ് നമ്മൾ മനസ്സ് വിഷമിപ്പിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഇവർക്ക് എന്താ സന്തോഷം കിട്ടുന്നതെന്നും അറിയില്ല. ഒരാളെ കുത്തി നോവിക്കുമ്പം എന്തെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോൾ, അറിയില്ല. മാക്സിമം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവർക്ക് നമ്മൾ കാരണം മറ്റൊരാളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാക്കാനും ശ്രമിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഒരാളുടെ കണ്ണുനീരിനേക്കാളും എത്രയോ നല്ലതാണ് അയാളുടെ മുഖത്ത് വിടരുന്നൊരു പുഞ്ചിരി അല്ലേ. നമ്മൾ ഒരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരാളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർത്താൻ നമ്മളെക്കൊണ്ട് സാധിച്ചിരുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അല്ലാതെ ഒരാളെ മനസ്സ് വിഷമിപ്പിച്ച് അയാളെ ഇൻസൾട്ട് ചെയ്ത് എന്ത് ലാഭമാണ് അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലേ. എന്തായാലും ഹണി റോസ് അങ്ങനെ ഒരു കേസ് കൊടുത്തു, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേട്ടപ്പോൾ ഒരു ആസ് എ ലേഡി ഒരു സന്തോഷം തോന്നി. തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ ഒരിക്കലും അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അങ്ങനെ ഇട്ടൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളാണെങ്കിലും ഒരാളെ സങ്കടപ്പെടുത്താൻ നോക്കാതെ ഒരാളുടെ മുഖത്ത് നമ്മളാൽ ഒരു സന്തോഷം വിടർത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.